സുഭാഷ് ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, നേരത്തെ തന്നെ ഈ ക്രിമിനലുകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നല്ലോ. ക്രിമിനലുകളുടെ മനഃശാസ്ത്രം എന്ത്? അവർ തുടർച്ചയായി മിക്കവാറും ഒരേ പാറ്റേണിൽ തന്നെയായിരിക്കും ഈ കുറ്റകൃത്യങ്ങൾ നടത്തുക. പ്രത്യേകിച്ച് മോഷ്ടാക്കൾ ഉൾപ്പെടെ അവരുടെ രീതി സ്വഭാവം ഏറെക്കുറെ ഒന്നായിരിക്കുമെന്ന് പല കേസുകളുടെയും ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസിൽ പ്രവർത്തിച്ചവർ, ജയിലിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അവരുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കളുടെ അനുഭവത്തിൽ ഗോവിന്ദച്ചാമി വീണ്ടും ജയിൽ ചാടാൻ ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യത ഇനിയുമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു, അത് സാധിച്ചില്ല. ജയിൽ ചാടി, അത് സാധിച്ചില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി പെട്ടെന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയല്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പിന്നെ അവസാനം എന്തെങ്കിലും ഒരു മാർഗം, ഒരു പ്രതീക്ഷ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അല്ലാണ്ട് മറ്റ് സാധാരണ രീതിയിൽ നിയമാനുസൃതമായി പുറത്തേക്ക് വരാനുള്ള പഴുതുകളൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ഇങ്ങനൊരു സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് എന്തായാലും അദ്ദേഹം ശ്രമിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വിയ്യൂർ ജയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക വിഭാഗമാണ്. ഈ ഇങ്ങനെയുള്ള അതിതീവ്ര സുരക്ഷയുള്ള ജയിലെന്ന് പറയുന്നത്. മറ്റവരുമായിട്ടൊന്നും ബന്ധമില്ല, ഒറ്റയ്ക്കൊരു സെല്ലിലാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം പോലും കാണാത്ത രീതിയിലുള്ള സംവിധാനമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ മറ്റ് ചിന്തിക്കാനോ മറ്റ് സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ പുറമെ സ്വൈര്യവിഹാരം നടത്തി തൻ്റെ രക്ഷപ്പെടലിന് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അതവിടെ കൃത്യമായിട്ട് ആ നിയമത്തിൽ പറയുന്ന പ്രകാരമുള്ള അതിസുരക്ഷാ ജയിലിലെ തീവ്ര സ്വഭാവമുള്ള കുറ്റവാളികളെയും ശിക്ഷ വിധിക്കപ്പെട്ടവരെയും നോക്കുന്ന രീതിയിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരത് നോക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ വളരെ വിരളമാണ്. അദ്ദേഹത്തിന് പുറത്ത് പോകാനുള്ള സാഹചര്യം കിട്ടിയാൽ അദ്ദേഹം അതിന് ശ്രമിക്കാൻ സാധ്യതയില്ല. അങ്ങനെ പുറത്ത് വിടാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഡോക്ടറെ അടുത്ത് മറ്റേതുമൊക്കെ പോകണമെങ്കിൽ അത്ര അതീവ ഗൗരവത ഉണ്ടെങ്കിൽ തന്നെ വലിയ സുരക്ഷയിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതും ജയിൽ ഉദ്യോഗസ്ഥന്മാരല്ല, പോലീസിൻ്റെ എസ്കോർട്ട് തന്നെ ഇങ്ങനെയുള്ള ക്രിമിനൽ. ബാക്കിയുള്ള ആളുകൾക്ക് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ കൊണ്ടുപോകാം. പക്ഷേ ഇവരെ കൊണ്ടുപോകുമ്പോൾ പോലീസിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംവിധാനം കൂടെ ഏർപ്പെടുത്തിയിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ ലാഘവത്തോടു കൂടിയിട്ട് അത് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ വീക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പഴുതുകൾ അദ്ദേഹത്തിന് കിട്ടിയാൽ അത് അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നതിനപ്പുറത്തേക്ക് പോകില്ല എന്ന മുൻവിധിയോടുകൂടി എന്തായാലും ഇനി അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. കാരണം ഇനി അദ്ദേഹത്തിന് ആ മുൻപിലുള്ള ഒരേ ഒരു മാർഗം ഏതെങ്കിലും രീതിയിൽ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മാത്രമേ ഉള്ളൂ. പഴുതടച്ച സുരക്ഷയുള്ള ഒരു പ്രത്യേക ജയിൽ, വിയ്യൂർ ജയിലിലെ തന്നെ ഒരു പ്രത്യേക ജയിൽ എന്ന് കണക്കാക്കാൻ കഴിയുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്കാണ് ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത്. ചാടാനുള്ള സാധ്യത അവിടെ വളരെ വളരെ കുറവാണ്. എങ്കിലും കണ്ണൂർ ജയിലിലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എത്ര ആയാസപ്പെട്ടാണ്, എത്ര സമയമെടുത്താണ് ഇയാൾ ജയിൽ ചാടിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ജയിലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ജയിലിലെ സെല്ലിന് പുറത്തേക്ക് ആദ്യം ഇറങ്ങുന്നു, അതിനുശേഷം ജയിലിൻ്റെ മതിലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറെ സമയമെടുത്ത് വളരെ ആസൂത്രിതമായി ഏറെക്കാലത്തെ പ്ലാനൊടുവിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിയ്യൂർ ജയിലിൽ ഇങ്ങനെ ഒരു സുരക്ഷാ പിഴവ് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.